എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്വാഗതം രേവതി ടീച്ചർക്ക്. നമ്മുടെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. ഒട്ടും സമയമില്ല. ഓരോന്നിനും ഓരോ മണിക്കൂർ മാത്രമാണ് നമുക്ക് സമയം. അതുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാതെ കൃത്യമായിട്ട് നിങ്ങൾ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുകയും ടീച്ചറോട് നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം മാത്രം എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് സംശയം ചോദിക്കുകയും ചെയ്യുക. 8 മണി എന്നാണ് സമയം. 9 ആകുമ്പോൾ നമ്മളത് നിർത്തും. അടുത്ത ക്ലാസ് 9:10 സോഷ്യൽ സയൻസും EVS ആയിരിക്കും. ഓക്കെ, അപ്പം ഒരിക്കൽ കൂടി ടീച്ചറിനെ സ്വാഗതം ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ലാസ് അല്ലെ ഇന്ന് തുടർച്ചയായിട്ടുള്ള ലൈവ് ക്ലാസ്സോട് കൂടി നമ്മുടെ കേട്ടിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാണ്. അപ്പൊ ഈ ഒരു അവസാന ഘട്ടത്തിൽ നിങ്ങൾ എല്ലാവരും പഠിച്ച് റെഡിയായി എക്സാമിന് ഒന്ന് വരവേൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും അല്ലെ? പഠിച്ച് അപ്പൊ നമ്മൾ ഈ അവസാന ഘട്ടത്തിൽ എന്താ ചെയ്യാൻ പോണേ? നമ്മൾ ഇത്രയും നാള് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഒക്കെ കിട്ടുന്നുണ്ടോ, എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ മുഴുവനായി ഇരുന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. നല്ല രീതിക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യത്തെ അല്ലെ മലയാളത്തിലേക്ക് തന്നെ കടക്കാം. മലയാളത്തിന്റെ ഒരു പ്രത്യേകത എന്താ? 30 മാർക്ക് നമുക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ മാത്സ് അറിയില്ലെങ്കിലും ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പോലും അതിന്റെ കുറവ് നമുക്ക് നികത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് മലയാളമാണ്. അപ്പോ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കാണ്. സിലബസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. 30 മാർക്കിനാണ് നമ്മുടെ മലയാളം. അതിനകത്ത് 10 മാർക്കിന്റെ ഗദ്യം പദ്യം വരുന്നുണ്ട്. പിന്നെ ഒരു 5-6 മാർക്കിന് ബോധനോദ്ദേശങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ നല്ലൊരു അധ്യാപകരാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ സൈക്കോളജി കൂടി നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓരോ തിയറികൾ, ആരുടെ തിയറിയാണ്, എന്താണ് പറഞ്ഞു വെക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടും. അതുപോലെ പിന്നെ വരുന്ന കുറച്ച് ഭാഗം ഗ്രാമറിന്റെ ഭാഗമാണ്, മലയാള വ്യാകരണം. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ മലയാളം അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആവും. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഗദ്യം പദ്യത്തെ കുറിച്ച് കുറച്ച് പറയാണ്. ഗദ്യം പദ്യം എന്ന് പറയുന്ന ഭാഗം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് 10 മാർക്ക് നേടാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് ഈ ഗദ്യം പദ്യത്തിന്റെ മാർക്ക് പോകുന്നത്. നിങ്ങൾ ഗദ്യം പദ്യം വായിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഗദ്യവും പദ്യവും പ്രീവിയസ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പോണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അത് സെയിം ആയിരിക്കില്ല, റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്നും പദശുദ്ധിയുടേതും വിപരീത പദം, അതുപോലെ തന്നെ വാക്യശുദ്ധി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ ഒരു ഗദ്യത്തിൽ നിന്ന് ചോദ്യം വന്നാൽ ഒന്നും പുറത്തുനിന്ന് ചോദിക്കുന്നില്ല. ആരോട് പറഞ്ഞു, എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്, ഇങ്ങനെയുള്ള പൊതുവായ ക്വസ്റ്റ്യൻ മാത്രമേ വരൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തവണ ഗദ്യം ഒന്ന് വായിക്കാം, മനസ്സിരുത്തി വായിച്ചു നോക്കാം. ചിലപ്പോ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലായി എന്ന് വരൂല അല്ലെ? ചിലപ്പോ ഭയങ്കര കടുകട്ടിയുള്ള വാക്കുകൾ ഉണ്ടാവും. പൊതുവെ കടുകട്ടി കാറ്റഗറി 1-നും 2-നും ഒന്നും ഉണ്ടാവാറില്ല. 3ക്ക് മാത്രമാണ് കുറച്ചുകൂടി ഒരു പണി ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഒറ്റ തവണ അത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ അത് നോക്കിയേ വേണ്ട. പാരഗ്രാഫിലെ എവിടെയാണോ നമ്മുടെ ക്വസ്റ്റ്യൻ കാണുന്നത് അതിനെ ജസ്റ്റ് ഒരു പെണ്ണ് വെച്ചിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതിന്റെ തൊട്ടപ്പുറോ ഇപ്പുറത്തോ ആയിട്ട് നമുക്ക് അതിനുള്ള ഉത്തരം ഉണ്ടാവും. അപ്പൊ പുറത്തുനിന്നുള്ള ചോദ്യം ഇല്ല. നിങ്ങൾ ഒരിക്കൽ പാരഗ്രാഫ് വായിക്കുക, ഒരു തവണ ചോദ്യം വായിക്കുക, എന്നിട്ട് ചോദ്യം എവിടെയാണോ പാരഗ്രാഫിൽ ഉള്ളത് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ഉത്തരം ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഗദ്യം കണ്ടുപിടിക്കാം. അതുപോലെ തന്നെയാണ് പദ്യത്തിന്റെ കാര്യത്തിൽ ആരോട് പറഞ്ഞു, എന്തിനെ കുറിച്ചാണ് കവി ഇത്രമാത്രം വർണ്ണിക്കുന്നത്, കവിതയുടെ പ്രത്യേകത എന്താന്ന് നമുക്കറിയാം. എന്താ? കവിത വായനക്കാരന്റെ യുക്തിക്കനുസരിച്ചാണ് വായിക്കുക. ഇപ്പൊ എഴുത്തുകാരൻ വായിച്ച പോലെ നമ്മൾ വായിക്കണം എന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, പൊതുവായ രീതിയിൽ മാത്രമേ ചോദ്യം വരൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് 10 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. അമിതമായ ആത്മവിശ്വാസം കൊണ്ടും ഒറ്റ തവണ വായിച്ച് നേരെ ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം എഴുതുന്നവർക്കാണ് തെറ്റുപറ്റുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഗദ്യം പദ്യത്തെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 10-ൽ ഒരു 8 മാർക്കെങ്കിലും ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടും.
അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഗദ്യം പദ്യം ഈ രീതിയിൽ ഒന്ന് വായിച്ചു നോക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പറയുന്ന സമയത്ത് ഞാൻ ബാക്കി പറയാം. കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് എന്റെ കൂടെ വരാം. കാരണം നമുക്ക് സമയം വളരെ കുറവാണ്. 1 മണിക്കൂറാണ്. അതിനുള്ളിൽ നമുക്ക് ഈ 30 സിലബസ് 30 മാർക്കിനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് തൊട്ട് പോണം. അപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് നിങ്ങളുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ നിഷേധാർത്ഥം സൂചിപ്പിക്കാനായി ആകാരം ചേർത്ത പദമേത്? നിഷേധാർത്ഥം ക്വസ്റ്റ്യൻ വായിക്കാം. താഴെ പറയുന്നവയിൽ നിഷേധം എന്ന് പറയുമ്പോൾ തന്നെ എന്താ? എല്ലാത്തിനെയും എതിർത്ത് സംസാരിക്കാം അല്ലെ? ആ എതിർത്ത് സംസാരിക്കുന്നതിനോട് ആകാരം ചേർത്ത പദമേത്? പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. അസാധ്യം. ഞാൻ പറയുമ്പോ പെട്ടെന്ന് ഉത്തരം പറയാ, പെട്ടെന്ന് മ്യൂട്ട് ചെയ്യും. കാരണം ഇത് അവസാന ഘട്ടമാണ്. പെട്ടെന്ന് 1 മിനിറ്റ് പോലും ഞാൻ സമയം തരില്ല. വേഗം പറഞ്ഞങ്ങ് തീർക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കൂടുതലൊന്നുമില്ല അല്ലെ? അസാധ്യം. കാരണം അത്യധികം, അക്കാരണം, അക്കരെ ഇതൊന്നും ഒരു നിഷേധമല്ല. അപ്പൊ നിഷേധാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് അസാധ്യം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് കൂടി മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? നോവൽ, നാടകം, സഞ്ചാര സാഹിത്യം, ശാസ്ത്ര സാഹിത്യം? പെട്ടെന്ന് പറഞ്ഞോ. ഇങ്ങനെ ചില കൃതികൾ വെച്ചിട്ടും മ്യൂട്ട് ചെയ്യണോ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ചില കൃതികൾ വെച്ചു നമ്മളോട് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ബഹുത്വ സൂചന ഇല്ലാത്ത പദം ഏത്? അധ്യാപകർ, പണിക്കർ, ഗുരുവര്യന്മാർ, ദേവന്മാർ. ഇതിനകത്ത് ബഹുത്വ സൂചന എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലധികം കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത് അല്ലെ? ബഹുത്വം, ഒന്നിലധികം ആൾക്കാരെ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് പറയുക എന്നുള്ളതാണ് സൂചന. അപ്പൊ ഇവിടെ ഇല്ലാത്ത പണിക്കർ. ഓക്കെ, ബഹുത്വ സൂചനം ഇല്ലാത്ത പദം. അപ്പൊ അധ്യാപകർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കൂട്ടമുണ്ട്, അവിടെ കുറെ പേരുണ്ട്. ഗുരുവര്യന്മാർ കുറെ ഉണ്ട്, ദേവന്മാർ കുറെ ഉണ്ട്. പക്ഷെ പണിക്കർ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ബഹുത്വ സൂചന ഇല്ലാത്ത പദം പണിക്കർ. ഇനി അടുത്ത ചോദ്യം നോക്കി. അബു ആൺകുട്ടിയാണ് എന്ന വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന വിഭക്തി ഏത്? പ്രതിഗ്രാഹിക, നിർദ്ദേശിക, ആധാരിക, സംയോജിക? അബു ആൺകുട്ടിയാണ്. നിർദ്ദേശിക. വിഭക്തി പ്രത്യയങ്ങൾ പഠിക്കാത്തവരായി നമ്മുടെ ക്ലാസ്സിൽ വിദ്യാവീതിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും വിഭക്തി പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പോ വിഭക്തി പഠിക്കാത്തവരുണ്ടെങ്കിൽ വിഭക്തി പഠിക്കാം. കാരണം നമ്മുടെ സമാസത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇതുപോലുള്ള ചോദ്യത്തിനാണെങ്കിൽ നമുക്ക് വിഭക്തി സഹായിക്കും. വിഭക്തി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാം, നാമത്തെ മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ ചേർക്കുന്ന ചില പ്രത്യയങ്ങളുണ്ട് ഇല്ലേ? രാമുവിന്റെ, രാമുവിനാൽ, രാമുവിനോട്, രാമുവിനെ. ഇങ്ങനെ ഒരു നാമത്തിനെ മറ്റു പദത്തോട് ബന്ധിപ്പിക്കാൻ അതിനിടയിൽ ചേർക്കുന്ന പ്രത്യയങ്ങളെയാണ് വിഭക്തി എന്ന് പറയുന്നത്. വിഭക്തി പ്രത്യയങ്ങൾ 7 എണ്ണം ഉണ്ട്. നമ്മൾ കോഡായിട്ട് എന്ത് പറയും? നിപ്രസം, ഉപ്രസം, ആ എന്ന് പറയും. അതിൽ ആദ്യത്തെ പ്രത്യയം, ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പഠിക്കാത്തവരാണെങ്കിൽ. അപ്പൊ നിർദ്ദേശികയ്ക്ക് പ്രത്യയങ്ങളൊന്നുമില്ല. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടത്. അബു ആൺകുട്ടിയാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല? ഒന്നിനും ബന്ധിപ്പിക്കുന്നില്ല അല്ലെ? അബു എന്ന നാമത്തെ മറ്റൊരു പദവുമായി ബന്ധിപ്പിക്കാൻ അതിനിടയിൽ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് അതെന്ത്? നിർദ്ദേശിക. അപ്പൊ ഇനി അബുവിനെ എന്നാണെങ്കിൽ അതെന്താണ്? പ്രതിഗ്രാഹിക. എ എന്ന പ്രത്യയം ചേർത്ത് വരുന്നത് പ്രതിഗ്രാഹിക. ഇനി അബുവിനോട് എന്നാണ് നിങ്ങൾ കാണുന്നത്. രാധയോട്, രാജുവിനോട്, ഓട് എന്ന പ്രത്യയമാണ് വരുന്നതെങ്കിൽ ആ വിഭക്തി ചോദിച്ചാൽ അത് സംയോജിക്കാം. ഇനി രാധയ്ക്ക്, രാജുവിന് എന്നാണെങ്കിൽ ഉദ്ദേശിക. ന് ഉദ്ദേശിക. പ്രയോജിക, പ്രയോജനമായാൽ. ഇപ്പൊ രാമനാൽ അല്ലെ? രാമനാൽ രാവണൻ കൊല്ലപ്പെട്ടു എന്ന് പറയുമല്ലോ. അപ്പൊ ആൽ, കൊണ്ട് എന്ന് പ്രത്യയങ്ങൾ വരുന്നുണ്ടെങ്കിൽ പ്രയോജിക. ഇന്റെ, ഉടെ, രാമുവിന്റെ, രാജുവിന്റെ, രാധയുടെ എന്നൊക്കെ വരുന്ന ഇന്റെ, ഉടെ സംബന്ധിക. ആധാരിക, ഇൽ, കൽ എന്നീ പ്രത്യയങ്ങൾ വരുന്നുണ്ട്. അപ്പോ
വിഭക്തി 7 ഉണ്ട്. ഈ വിഭക്തി പ്രത്യയങ്ങൾ പഠിച്ചു വെക്കാം. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, അബു ആൺകുട്ടിയാണ് എന്ന വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന വിഭക്തി ഏത്? അതുപോലെ തന്നെ അമ്മ കുഞ്ഞിനെ എടുത്തു എന്ന വാക്യത്തിലെ വിഭക്തി ഏത് എന്ന് ചോദിക്കാം. അപ്പൊ കുഞ്ഞിനെ നേ ഏ എന്നൊരു പ്രത്യയം അവിടെ വരുന്നുണ്ട്. അത് പ്രതിഗ്രാഹിക. അടുത്ത ഓപ്ഷൻ സി, ആധാരികയുടെ പ്രത്യയം എന്താ? സംയോജിക സംബന്ധിക എന്റെ ഉടെ മാറി പോവരുത്. അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകമായിട്ട് കോഡ് ഉണ്ടാക്കി പഠിക്കാൻ പറയുന്നത്. അപ്പൊ വിഭക്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാർക്കും കിട്ടും. ഇനി അടുത്ത ഒരു ഭാഗമാണ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ വൃത്തത്തിന്റെ ഭാഗത്തു നിന്നാണ്. തപജം ജഗംഗം എന്ന വിന്യാസക്രമത്തിലുള്ള വൃത്തം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഇത് വളരെ റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ കൂടി വൃത്തം ഏത് എന്ന് പഠിച്ചു വെക്കുക. അതോടുകൂടി ഇത്ര സിമ്പിൾ ആയിട്ടുള്ള നമ്മളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളത് ഇത്രയേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാല് ഈ ഓപ്ഷനിൽ ഉള്ളതിനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം തിരിച്ചും മറിച്ചും ചിലപ്പോ അതായിരിക്കും നിങ്ങളോട് ചോദിക്കാം. അപ്പൊ തപജം ജഗംഗം എന്ന വിന്യാസക്രമത്തിലുള്ള വൃത്തം ഏത്? അറിയോ ഏതാ വൃത്തം? വസന്തതിലകം. തപജം ജഗംഗം ചൊല്ലാം വസന്തതിലകം തപജം ജഗംഗം എന്ന വിന്യാസക്രമത്തിലുള്ള വൃത്തം ഏത് എന്ന് ചോദിച്ചാൽ അത് വസന്തതിലകമാണ്. തപജം ജഗംഗം വസന്തതിലകം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എ നോക്കാം. ഓപ്ഷൻ എയുടെ ഉത്തരം വരുന്നത് മാലിനി. മാലിനിക്ക് എന്താ അറിയോ? നഗണം നഗണം നഗണം. അത് നമ്മള് ഗുരു ലഘു തിരിക്കുന്നതാണ്. എന്നാൽ ഇതിന്റെ ലക്ഷണം അതല്ല. നനമയ യുഗം 8 തട്ടണം മാലിനിക്ക്. നനമയ യുഗം 8 തട്ടണം മാലിനിക്ക്. നനമയ യുഗം 8 തട്ടണം മാലിനിക്ക്. ചൊല്ലാം വസന്തതിലകം തപജം ജഗംഗം. നനമയ യുഗം 8 കോടായി ഓർത്ത് വെച്ചാൽ മതി. തപജം ജഗംഗം വസന്തതിലകായി. നനമയ യുഗം 8 തട്ടണം മാലിനിക്ക്. ഇനി കാകളിയാണെങ്കിൽ മാത്രയഞ്ചക്ഷരം 3 വരുന്ന ഒരു ഗണങ്ങളെ 8 ചേർത്തുള്ളീരടിക്കു ചൊന്നാൽ കാകളിയായിടും. മാത്രയഞ്ചക്ഷരം 3 വരുന്ന ഒരു ഗണങ്ങളെ, അത്രമാത്രം. നിങ്ങൾ ആദ്യത്തെ ഒരു വരി നിങ്ങൾ നോക്കി വെച്ചാൽ മതി. മാത്രയഞ്ചക്ഷരം 3 വരുന്ന ഒരു ഗണങ്ങളെ എന്ന് ഓർക്കാം. 8 ചേർത്തുള്ളീരടിക്കു ചൊന്നാൽ അത് കാകളിയായിടും. അറിയുന്നവരാണെങ്കിൽ എഴുതാം. ഇനി ഇന്ദ്രവജ്ര. ഇന്ദ്രവജ്രയോ? തദം ജഗംഗം. ഇന്ദ്രവജ്രയാണെങ്കിൽ തദം ജഗംഗം. ഇന്ദ്രവജ്ര തദം ജഗംഗം. ഇന്ദ്രവജ്രയ്ക്ക് തദം ജഗംഗം എന്നാണ്. അപ്പോ തപജം ജഗംഗം എന്ന വിന്യാസക്രമത്തിലുള്ള വൃത്തം വസന്തതിലകമാണ്. മാലിനിയാണെങ്കിൽ നനമയ യുഗം 8 തട്ടണം മാലിനിക്കാണ്. കാകളിയാണെങ്കിൽ മാത്രയഞ്ചക്ഷരം 3 വരുന്ന ഒരു ഗണങ്ങളെ 8 ചേർത്തുള്ളീരടിക്കു ചൊന്നാൽ അത് കാകളിയായിടും. ഇന്ദ്രവജ്രയ്ക്ക് തദം ജഗംഗം. ഓക്കെ അല്ലേ? ഇന്ദ്രവജ്രയ്ക്ക് തദം ജഗംഗം. ഇനി കാകളിയുടെ ഒന്ന് എഴുതി വെക്കാം. മാത്രയഞ്ചക്ഷരം 3 വരുന്ന ഒരു ഗണങ്ങളെ എന്ന് എഴുതിയിട്ട് കുറച്ച് കുത്തുകുത്ത് ഇട്ട് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. മാത്രയഞ്ചക്ഷരം 3 വരുന്ന ഒരു ഗണങ്ങളെ 8 ചേർത്തുള്ളീരടിക്കു ചൊന്നാൽ അത് കാകളിയായിടും. അങ്ങനെയാ പറയാ. അപ്പൊ ആദ്യത്തെ 2 വരികൾ നിങ്ങൾ കുത്തെയ്ത് വെക്കാം. ഇനി നിങ്ങൾ ഈ വൃത്തത്തിന്റെ ഭാഗത്ത് പഠിക്കാനുള്ളത് ഒന്ന് നോക്കാം. ഗാഥാവൃത്തം എന്നറിയപ്പെടുന്ന വൃത്തം ഏതെന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഗാഥാവൃത്തം മഞ്ചരിയാണ്. ഗാഥാവൃത്തം എന്നറിയപ്പെടുന്നത്. മാമ്പഴ വൃത്തം എന്നറിയപ്പെടുന്നത് കേകയാണ്. ഗാഥാവൃത്തം എന്തായാലും പഠിച്ചു വെക്കാം. പിന്നെ വഞ്ചിപ്പാട്ട് വൃത്തം ഏതാണെന്നും പഠിച്ചു വെക്കാം. വഞ്ചിപ്പാട്ട് വൃത്തം നദോന്നത. തുള്ളൽപ്പാട്ടിന്റെ വൃത്തം ഏത് എന്ന് പഠിച്ചു വെക്കാം. തരങ്കിണി. തുള്ളൽപ്പാട്ട് വൃത്തം തരങ്കിണി. അതുപോലെ ജ്ഞാനപ്പാനാവൃത്തം. ജ്ഞാനപ്പാനാവൃത്തം ഏതാണ്? സർപ്പിണി. സർപ്പിണി. രാമായണ വൃത്തം എന്നറിയപ്പെടുന്നത് അനുഷ്ടുപ്പ്. രാമായണ വൃത്തം അനുഷ്ടുപ്പ്. കിളിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത് കിളിപ്പാട്ട് വൃത്തം ഏതാ? കിളിപ്പാട്ട് വൃത്തം കാകളി. കാകളിയാണ് കിളിപ്പാട്ട് വൃത്തം. അതുപോലെ തന്നെ പാനാവൃത്തം. ജ്ഞാനപ്പാനയും പാനയും ഒന്നായി കാണരുത്. ജ്ഞാനപ്പാനയുടെ വൃത്തം സർപ്പിണിയും പാനാവൃത്തത്തിൻ്റെത് ദ്രുത കാകളിയുമാണെന്ന് ഓർത്ത് വെക്കാം. പിന്നെ സന്ദേശ കാവ്യങ്ങളിൽ ഉപയോഗിക്കുന്ന വൃത്തം മന്ദാക്രാന്ത. വൃത്താണ് മന്ദാക്രാന്ത. വിലാപകാവ്യങ്ങളിൽ ഉപയോഗിക്കുന്ന വൃത്തമാണ് വിയോഗിനി.
വിലാപകാവ്യങ്ങളിൽ ഉപയോഗിക്കുന്ന വൃത്തം വിയോഗിനി. നിരണം കൃതികളിലാണെങ്കിൽ ഉപയോഗിക്കുന്ന വൃത്തമാണ് ദീർഘതരംഗിണി. നിരണം കൃതികളിൽ ദീർഘതരംഗിണി. അപ്പോ ഇത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യാം, ഏതൊക്കെ വൃത്താണ് ഏതിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ജ്ഞാനനിർമ്മിതിവാദവുമായി യോജിക്കുന്ന പ്രസ്താവന ഏത്? നമ്മുടെ ക്ലാസ്സില് 30ഓളം ബോധനോദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും ചെയ്യണേ. നമ്മൾ അങ്ങനെ കാരണം ബാക്കിയുള്ള ആൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. ഓക്കെ. അപ്പൊ ടീച്ചർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആരും മൈക്ക് ഓണാക്കിയാലും റിമൂവ് ചെയ്തോളാം. ഞാനുണ്ട്, ക്ലാസ്സിലുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങള് ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്ന സമയത്ത് മൈക്ക് ഓണാക്കി അത് കഴിഞ്ഞപാട് മ്യൂട്ട് ചെയ്യണം. കാരണം നമ്മൾ ഒരാളെ കൊണ്ട് ഇത്രയും പേർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ജ്ഞാനനിർമ്മിതിവാദവുമായി യോജിക്കുന്ന പ്രസ്താവന ഏത്? ഇങ്ങനെയുള്ള ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. താഴെ തന്ന് യോജിക്കുന്ന, യോജിക്കാത്ത, അതുപോലെ തന്നെ കാഴ്ച പരിമിതി, കേൾവി പരിമിതി എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ണ് കാണാത്തവരെയോ അല്ലെങ്കിൽ കേൾക്കാത്തവരെയോ അടുത്ത് ഉദ്ദേശിക്കരുത്. പരിമിതി എന്നേ പറയുന്നുള്ളൂ. അപ്പൊ കുറവ് എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്തതാ ഏത്, ആയത് ഏത്, അവിടെയൊക്കെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. അപ്പോ താഴെ തന്നിരിക്കുന്നവയിൽ ജ്ഞാനനിർമ്മിതിവാദവുമായി യോജിക്കുന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. യോജിക്കുന്ന പ്രസ്താവന. ആവർത്തനത്തിലൂടെയാണ് ആശയങ്ങൾ പ്രബലനം ചെയ്യുന്നത്. കുട്ടി അറിവിന്റെ നിർമ്മാതാവാണ്. കുട്ടി ഒഴിഞ്ഞ പാത്രമാണ്. പഠനം എന്നത് ബാഹ്യ ചോദ്യങ്ങളോടുള്ള പ്രതികരണമാണ്. ഇവിടെ ഏതാണ് ജ്ഞാനനിർമ്മിതിവാദം? കുട്ടി അറിവിന്റെ നിർമ്മാതാവാണ്. അല്ലെ? അപ്പൊ നിങ്ങള് സൈക്കോളജി ഒക്കെ പഠിച്ചിരിക്കും. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഞാൻ കുറെ തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനനിർമ്മിതിവാദം, വ്യവഹാരവാദം, അതുപോലെ തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അല്ലെ, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം, ഇങ്ങനെ 3 തരത്തിലുണ്ട് എന്നും. ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുട്ടിയാണ് കേന്ദ്രസ്ഥാനത്ത്. കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് ക്ലാസ് മുറികളിൽ പാഠം പഠിപ്പിക്കുന്നതായിക്കോട്ടെ, പ്രവർത്തനങ്ങൾ ചെയ്യിക്കുന്നതായിക്കോട്ടെ, ഒക്കെ കുട്ടികളെ കൊണ്ടാണ്. എന്നാൽ അതിനെയാണ് ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്നത്. കുട്ടി കർട്ടന്റെ പിന്നിലല്ല, കുട്ടിയാണ് കേന്ദ്രസ്ഥാനത്ത്. കുട്ടി അറിവ് നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവനെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അധ്യാപകന്റെ കർത്തവ്യം എന്നുള്ളതാണ് ജ്ഞാനനിർമ്മിതിവാദം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ വ്യവഹാരവാദം പറയുന്നത് എപ്പോഴാ? കുട്ടി കർട്ടന് പിന്നിലാണ്. കുട്ടിയെ കൊണ്ട് ഒന്നും നിർമ്മിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അധ്യാപകന്റെ സഹായത്തോട് മാത്രമേ അവന് അറിവ് നിർമ്മിക്കാൻ പറ്റൂ. കുട്ടി ഒഴിഞ്ഞ പാത്രമാണ്. അവിടെ അറിവ് നിർമ്മിക്കപ്പെടിപ്പിക്കേണ്ടത് ആരാണ്? അധ്യാപകരാണ്. അധ്യാപകന് കേന്ദ്രസ്ഥാനം കൊടുക്കുന്നത് വ്യവഹാരവാദാണ്. കുട്ടിക്ക് കേന്ദ്രസ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ജ്ഞാനനിർമ്മിതിവാദാണ്. എന്നാൽ കുട്ടി അറിവ് നിർമ്മിക്കപ്പെടുന്നത് സമൂഹത്തിൽ നിന്നാണ്, അല്ലെ, മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ നിന്നാണ് അറിവ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദമാണ്. അപ്പൊ ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആരെയാ? ജീൻ പിയാഷെ, അല്ലെ? ജീൻ പിയാഷെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദമാണെങ്കിലോ അപ്പൊ വൈഗോട്സ്കി പഠിക്കുന്ന സമയത്ത് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞത, വൈഗോട്സ്കിയെ കുറിച്ച് പഠിച്ചിട്ട് പോണം. കൈത്താങ്, എന്താണ് കൈത്താങ് എന്ന് പഠിക്കണം. അതുപോലെ തന്നെ സോണോപ്രോക്സിമൽ ഡെവലപ്മെന്റ്, സമീപസ്ഥ വികാസ മണ്ഡലം എന്താണ് എന്നുള്ളത് പഠിക്കണം. പ്രതിക്രിയാധ്യാപനം എന്നിവയും പഠിച്ചിട്ട് പോണം. സഹകരണാത്മക പഠനം സൈക്കോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് തന്നെയായിരിക്കും നമ്മുടെ മലയാളത്തിലും ഉണ്ടാവുക. അപ്പൊ ഇവിടെ ജ്ഞാനനിർമ്മിതിവാദവുമായി യോജിക്കുന്ന പ്രസ്താവന ഓപ്ഷൻ ബി ആണ്, അല്ലെ? കുട്ടി അറിവിന്റെ നിർമ്മാതാവാണ്. ബാക്കി ആവർത്തനത്തിലൂടെ ആശയങ്ങൾ പഠിക്കപ്പെടുന്നത് ബിഹേവിയറിസത്തിലാണ്. അതുപോലെ തന്നെ വ്യവഹാരവാദത്തിലാണ്. കുട്ടി ഒഴിഞ്ഞ പാത്രമാക്കി കുട്ടിയെ മാറ്റുന്നതും വ്യവഹാരവാദ കാഴ്ചപ്പാടിലാണ്. പഠനം എന്നത് ബാഹ്യ ചോദ്യങ്ങളോടുള്ള പ്രതികരണമാണ് എന്ന് പറയുന്നതും വ്യവഹാരവാദത്തിലാണ്. അപ്പൊ ഇത്രയും കാര്യം ഓർക്കുക. അതോടുകൂടി തന്നെ പ്രധാനപ്പെട്ട തിയറികൾ, ഇപ്പൊ പട്ടിയെ വെച്ചിട്ട് സ്റ്റിമുലസ് റെസ്പോൺസ്, ചോദക പ്രതികരണ സിദ്ധാന്തം ആരുടേതാണ്?
അതുപോലെ തന്നെ പൂച്ചയെ വെച്ച് പരീക്ഷണം നടത്തിയത് ആരുടെ ക്രമപരാജയ സിദ്ധാന്തം ഉൾപ്പെടെ ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ പഠിച്ചു വെക്കുക. ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞെന്ന് പഠിക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഹോംവേർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉണ്ട് അല്ലെ, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. 7 തരത്തിലുള്ള ബുദ്ധിശക്തി, പിന്നീട് അത് 8 ആയിട്ടുണ്ട്. അപ്പൊ 8 തരത്തിലുള്ള ബുദ്ധിശക്തികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു അധ്യാപിക ക്ലാസ്സിൽ ഒരു കഥാസന്ദർഭം പാഠഭാഗത്തെ വിവിധ സന്ദർഭങ്ങളായി അവതരിപ്പിക്കാൻ പറയുന്നു. ആ സമയത്ത് അധ്യാപിക എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? കുട്ടികളുടെ ബഹുമുഖ ബുദ്ധിക്കാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒക്കെ പഠിച്ചു വെച്ചിട്ട് പോവാം. ഇനി അടുത്തത് തൂലികാനാമത്തിൽ നിന്നുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. MR നായരുടെ തൂലികാനാമം. കേരള കാളിദാസൻ, കോവിലൻ, പ്രേംജി, സഞ്ജയൻ. MR നായരുടെ തൂലികാനാമം ആരാണ്? MR നായര് അറിയോ? സഞ്ജയൻ. അല്ലെ, MR നായരുടെ തൂലികാനാമം സഞ്ജയനാണ്. അങ്ങനെയാണെങ്കിൽ കേരള കാളിദാസൻ ആരാണ്? കേരള കാളിദാസൻ AR രാജരാജവർമ്മ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. കേരള പാണിനിയാണ് AR രാജരാജവർമ്മ. മാറിപ്പോകരുത്. കേരള കാളിദാസൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാനും കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയുമാണ്. ഇനി അതുപോലെ തന്നെ കോവിലൻ എന്നറിയപ്പെടുന്നത് ആരാ? എന്നറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. പ്രേംജി ആണെങ്കിലോ ഭട്ടതിരിപ്പാട്. MP ഭട്ടതിരിപ്പാടാണ് പ്രേംജി എന്നറിയപ്പെടുന്നത്. സഞ്ജയനാണെങ്കിലോ MR നായർ. ഇതിന്റെ കൂടെ തന്നെ ഒന്നുകൂടി പറയാം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള പാണിനിയാണ് AR രാജരാജവർമ്മ. കോവിലൻ എന്നറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. പ്രേംജി എന്നറിയപ്പെടുന്നത് MP ഭട്ടതിരിപ്പാടാണ്. പിന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ള കുറച്ചെണ്ണം കൂടി പറയാം. കേരള വാൽമീകി, വേഗം പറഞ്ഞോ. കേരള ഇബ്സൻ അറിയോ? N കൃഷ്ണപിള്ള. കേരള ഇബ്സൻ N കൃഷ്ണപിള്ളയാണ്. കേരള ഇബ്സൻ N കൃഷ്ണപിള്ള. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ. കേരള സ്കോട്ട് രാമൻ പിള്ള. അപ്പൊ കേരള വാൽമീകി വള്ളത്തോള്, കേരള ഇബ്സൻ N കൃഷ്ണപിള്ള, കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനുണ്ട്, കേരള സ്കോട്ട് CV രാമൻ പിള്ള. പിന്നെ കേരള പാണിനി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാന്നറിയോ? കേൾക്കണില്ല. മ്യൂട്ട് ചെയ്തോ, ഞാൻ പറയാം. കാക്കനാടൻ എന്ന് പറയുന്നത് ജോർജ് വർഗീസ് ആണ്. ജോർജ് വർഗീസ്. പാറപ്പുറത്ത് എന്ന് അറിയപ്പെടുന്നത്, തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KE മത്തായി. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതോ ഗോപാലൻ. നന്ദനാർ PC ഗോപാലൻ. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണൻ. സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് PK നാരായണപിള്ള സാഹിത്യ പഞ്ചാനനൻ. അപ്പൊ കാക്കനാടൻ ജോർജ് വർഗീസ്, പാറപ്പുറത്ത് KE മത്തായിയാണ്. നന്ദനാർ എന്ന് പറയുന്നത് PC ഗോപാലനാണ്. ഉറൂബ് എന്ന് പറയുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള എന്നുള്ളതും ഓർത്ത് വെക്കാം. ഇതും തൂലിക നമ്മളെങ്കിലും പഠിച്ചു വെക്കാൻ നോക്കാം. ഇനി അടുത്തത് നോക്കിയ ക്വസ്റ്റ്യൻ. ചുട്ടെഴുത്ത് പിന്മയേതും ദുഃഖമാർന്നിടും എന്ന കാരികയിലെ നിയമം സാധൂകരിക്കുന്ന പദം ഏത്? ചുട്ടെഴുത്തുകൾ. ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്ന
ചുട്ടെഴുത്ത് നിർബന്ധമായും പഠിക്കണം. ചുട്ടെഴുത്ത് ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്നത് 3 ചുട്ടെഴുത്തുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയത്? കുറെ പറയുന്നുണ്ടോ? ആ, ഈ, എ, ഇത്രയേ ഉള്ളൂ. ആ, ഈ, എ. ദീർഘമായി നിങ്ങളുടെ ചോദ്യം ചിലപ്പോ ഉണ്ടാവും, താഴെ തന്നിരിക്കുന്നവയിൽ ചുട്ടെഴുത്ത് ഏത് എന്ന് ചോദിച്ചിട്ട് ആ, ഈ, എ എന്നാണെങ്കിൽ ആ എന്ന് പറയുന്നത് തെറ്റാണ്. ദീർഘമായിട്ട് ഒരിക്കലും ചുട്ടെഴുത്തില്ല, മറിച്ച് വളരെ ലളിതമായിട്ടുള്ള ആ, ഈ, എ, ഇതാണ് ചുട്ടെഴുത്ത് എന്ന് പറയുന്നത്. ആ, ഈ, എ. അപ്പൊ ചുട്ടെഴുത്ത് പിന്നെയേതും ദുഃഖമാർന്നിടും എന്ന കാരികയിൽ നിയമം സാധൂകരിക്കുന്ന പദം സൽക്കാരം, ഇക്കാര്യം, പൂക്കാലം, വക്കാണം. ഇക്കാര്യം അല്ലെ? ഒന്നാമത് കണ്ടു ചുട്ടെഴുത്ത് എന്ന് പറയുമ്പോ ഈ ആണ് എന്ന് നമുക്കറിയാം. പിന്നെയോ ദ്വിത്വമാർന്നിടും. ദ്വിത്വം എന്ന് പറയുമ്പോൾ ഇരട്ടിപ്പ്, 2 എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഇക്ക എന്ന് വന്നു. അപ്പൊ ഇക്കാര്യം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ ചുട്ടെഴുത്ത് ആ, ഈ, എ ആണ്. ചൂണ്ടിപ്പറയാനുള്ളതാണ് ചുട്ടെഴുത്ത് എന്ന് കൂടി പഠിച്ചു വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ രൂപം ഏത്? ഒരു ചോദ്യം ഇതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാം. താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ രൂപം ഏത്? അപ്പൊ ലിംഗം നമുക്കറിയാം, പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസക ലിംഗം എന്ന് 3 എണ്ണം ഉണ്ട്. പക്ഷെ മലയാളത്തിൽ മെയിൻ ആയിട്ട് സ്ത്രീലിംഗത്തെയും പുല്ലിംഗത്തെയും മാത്രമാണ് കണക്കാക്കുന്നത്. അപ്പൊ സ്വാമി എന്ന് പറയുന്നത് സ്ത്രീലിംഗാണോ? ഇവിടെ ആൻസർ നോക്കിയിട്ടില്ലേ? ആണ് നമ്മുടെ ആൻസർ, സ്വാമിനി. ഇനി അടുത്ത് നോക്കി, സന്യാസി സ്ത്രീലിംഗം അല്ലല്ലെന്ന് നമുക്കറിയാം. സന്യാസിയുടെ സ്ത്രീലിംഗം എന്താ? സന്യാസിനി. സന്യാസിനി. അതുപോലെ വിതുരൻ. വിതുരന്റെ സ്ത്രീലിംഗം ഒന്നുമല്ല, വിധവയാണ്. വിധവ. വിതുരന്റെ സ്ത്രീലിംഗം വിധവ. അപ്പൊ സ്വാമിയുടേതാണെങ്കിൽ സ്വാമിനിയാണ്. അതുപോലെ തന്നെ സന്യാസിയുടേതാണെങ്കിൽ സന്യാസിനിയാണ്. വിതുരൻ എന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ചവൻ എന്നാണ് അർത്ഥം, വിതുരൻ. എന്നാൽ വിതുരന്റെ സ്ത്രീലിംഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വിധവയാണ്. ഇനി ഇതിന്റെ കൂടെ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന കുറച്ചുണ്ട്. കവിയുടെ സ്ത്രീലിംഗം അറിയോ? കവയിത്രിയാണ് കേട്ടോ. കവിയത്രി അല്ല, കവയിത്രി. എപ്പം ചോദിക്കാറുണ്ട്. കവിയുടെ സ്ത്രീലിംഗം കവയിത്രി. അങ്ങനെയാണെങ്കിൽ ലേഖകന്റെ സ്ത്രീലിംഗം അല്ലെ? ലേഖകന്റെ സ്ത്രീലിംഗം ലേഖിക. ഇനി നിരൂപകന്റെ സ്ത്രീലിംഗം നിരൂപികയാണ്. നിരൂപകന്റെ സ്ത്രീലിംഗം നിരൂപിക. അതുപോലെ അഭിഭാഷകനാണെങ്കിലോ അഭിഭാഷികന്റെ സ്ത്രീലിംഗം അഭിഭാഷിക. ഗവേഷകന്റെ സ്ത്രീലിംഗം ഗവേഷകന്റെ സ്ത്രീലിംഗം ഗവേഷിക. ഇനി പ്രേക്ഷകന്റെ പ്രേക്ഷകൻ പ്രേക്ഷിക. ഇനി അടുത്തത് ഉദ്ഘാടകനോ? അപ്പൊ ശ്രദ്ധിച്ചോ. ഇനി നിങ്ങൾ മ്യൂട്ട് ചെയ്തോ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് സ്വാമിയുടെ സ്ത്രീലിംഗം സ്വാമിനി, സന്യാസിയുടേത് സന്യാസിനി, വിതുരന്റെ സ്ത്രീലിംഗം വിധവ, കവിയുടേതാണെങ്കിൽ കവയിത്രി, ലേഖകന്റേതാണെങ്കിൽ ലേഖിക, നിരൂപകനാണെങ്കിൽ നിരൂപിക, അഭിഭാഷകനാണെങ്കിൽ അഭിഭാഷിക, ഗവേഷകനാണെങ്കിൽ ഗവേഷിക, പ്രേക്ഷകനാണെങ്കിൽ മ്യൂട്ട് ചെയ്യണേ. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ? ആൻസർ കമന്റ് വരുന്നുണ്ട്. നിങ്ങൾ ഒന്ന് മ്യൂട്ട് ചെയ്യണേ എല്ലാരും. പ്രേക്ഷകൻ ആൻസർ കമന്റ് ചെയ്യാൻ പറയാം. നിങ്ങൾ കമന്റ് ചെയ്യുന്ന സമയത്ത് എനിക്കത് കാണൂല.
ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യുമ്പോ. അപ്പൊ ഓക്കെ, ഞാൻ പറയുന്ന സമയത്ത് മാത്രം നിങ്ങൾ മൈക്ക് ഓൺ ആക്കിയാൽ മതി. അതുപോലെ പ്രേക്ഷകനാണെങ്കിൽ പ്രേക്ഷിക, ഉദ്ഘാടകനാണെങ്കിൽ ഉദ്ഘാടിക. ഇത്രയും ക്ലിയർ ആണല്ലോ? പ്രേക്ഷികയല്ലല്ലോ, ഷായല്ലേ? പ്രേക്ഷിക, ക്ഷമയുടെ ക്ഷ. അപ്പൊ യാണോ? ഏതിൻ്റെതാ? കവയത്രിക എന്ന് പറഞ്ഞില്ലായിരുന്നോ? കവയിത്രി, ത്രാസിന്റെ ഇത്രി. അപ്പൊ ഇത്രയും കഴിഞ്ഞാല് നമ്മുടെ അപ്പൊ താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ രൂപം സ്വാമിനിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 2022 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏത്? 2022 വയലാർ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. താഴെ പറയുന്ന അപ്പൊ ഇവിടെ 2022 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ കഴിഞ്ഞ ഇതില് എത്രാമത്തെ വയലാർ അവാർഡാണ് 2022 കൊടുത്തിട്ടുള്ളത് എന്നുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 2022 എത്രാമത്തെ വയലാർ അവാർഡാണ് കൊടുത്തതെന്ന് അറിയാമോ? 46ാമത്തെ വയലാർ അവാർഡാണ് കൊടുത്തത്. അപ്പൊ 2023 അവാർഡോ എത്രാമത്തെ ആയിരിക്കും? 47ാമത്തെ വയലാർ അവാർഡാണ് ഇപ്പൊ 2023 കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഉത്തരം പറഞ്ഞു ഓൾറെഡി. 2022 വയലാർ അവാർഡിന് അർഹമായ കൃതി മീശയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മീശ ആരുടെ കൃതിയാ? കൃതിയാണ്. ഓക്കെ, ഇനി നിങ്ങൾ മ്യൂട്ട് ചെയ്തോ. വയലാർ അവാർഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ക്ലാസ്സിൽ ഇല്ലാത്തവരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നോട്ട് ചെയ്യാം. ഇനി ഉണ്ടായവരാണെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കാം. അപ്പൊ വയലാർ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്നറിയോ? 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയാണ് വയലാർ അവാർഡിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യം കൊടുത്ത കൃതി കണ്ടോ? അഗ്നിസാക്ഷിക്കാണ് ആദ്യത്തെ വയലാർ അവാർഡ് കിട്ടി തുടങ്ങിയത്. ആദ്യം വയലാർ അവാർഡ് കിട്ടിത്തുടങ്ങിയത് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കായിരുന്നു. ഈ വയലാർ അവാർഡ് ആദ്യമായിട്ട് കൊടുത്തത് എപ്പോഴാണ്? 1977 1977 ആദ്യത്തെ വയലാർ അവാർഡ് വാങ്ങിയ കൃതി ഏതാണ്? അഗ്നിസാക്ഷി. ആരുടെ കൃതിയാണ്? ലളിതാംബിക അന്തർജനത്തിന്റെ കൃതിയാണ് എന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി 1907 കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ ലാസ്റ്റ് ഉള്ള ഒരു 2020, 2021, 2022, 2023 വരെയുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. അപ്പൊ 2020 ആർക്കാണ് കിട്ടിയെന്നറിയോ? 2020 2020 ഏഴാച്ചേരി രാമചന്ദ്രന്റെ ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത്. 2020 ഏഴാച്ചേരി രാമചന്ദ്രന്റെ ഒരു വെർജീനിയൻ വെയിൽക്കാലത്തിനും 2021 ബെന്യാമിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കും 2021 മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ബെന്യാമിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്കും 2022 നമ്മൾ പറഞ്ഞ പോലെ എസ് ഹരീഷിന്റെ മീശയ്ക്കുമാണ് ലഭിച്ചത്. ഇനി 2023 ആർക്കാ ലഭിച്ചതെന്നറിയോ? ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ് 2023 ലഭിച്ചത് കേട്ടോ. 2023 അവാർഡ് കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന ഒരു കൃതിക്കാണ് വയലാർ അവാർഡ് കിട്ടിയത്. വയലാർ അവാർഡിനെ കുറിച്ച് ഇത്രയും കാര്യം ഓർക്കുക. അതിന്റെ കൂടെ തന്നെ വള്ളത്തോൾ പുരസ്കാരത്തെ 3 പുരസ്കാരം നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. പൊതുവെ വള്ളത്തോൾ വയലാർ പുരസ്കാരമൊക്കെയാണ് കൂടുതൽ നമുക്ക് കാണാറുള്ളത്. അപ്പൊ വള്ളത്തോൾ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാന്ന് വെച്ചാൽ മ്യൂട്ട് ചെയ്യണേ, ഇടക്കിടക്കൊരു സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ വള്ളത്തോൾ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 1,11,111 രൂപയാണ്. 1,11,111 രൂപയാണ് വള്ളത്തോൾ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. ഈ വള്ളത്തോൾ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 1991 വള്ളത്തോൾ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 1991 ഈ വള്ളത്തോൾ പുരസ്കാരം ആദ്യം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്
പാലാ നാരായണൻ നായർക്കാണ് ആദ്യം വള്ളത്തോൾ പുരസ്കാരം കിട്ടിയത്. നമുക്ക് ഇവിടെ ഒരു കൃതിക്കായിട്ട് എടുത്തു പറയാൻ പറ്റൂല, കാരണം സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത് അല്ലെ. വള്ളത്തോൾ പുരസ്കാരം സമഗ്ര സംഭാവന ആയതുകൊണ്ട് തന്നെ ആദ്യം വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പാലാ നാരായണൻ നായർക്കാണ്. പിന്നെ കിട്ടിയത് എപ്പോഴാണ് ലാസ്റ്റ് വള്ളത്തോൾ പുരസ്കാരം കൊടുത്തത്? 2019 പോൾ സക്കറിയക്കാണ് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. രണ്ട് കാര്യം, 1991 കൊടുത്തു തുടങ്ങി, അത് ആദ്യം കിട്ടിയത് പാലാ നാരായണൻ നായർക്കാണ്. 2019 അത് അവസാനം കൊടുത്തത് പോൾ സക്കറിയക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഓർക്കാം. ഇനി തുകയൊന്ന് പറയാമോ? ഇത് തുക 1,11,111 രൂപ. 1,11,111 രൂപ. ഒന്നുകൂടി ഉണ്ട്, അതാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുമ്പോൾ ഇത് ഒരു പ്രത്യേക കൃതിക്ക് കൊടുക്കുന്നതല്ല, മറിച്ച് അത് സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്നതാണ്. പോരാത്തതിന് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ? കേരള ഗവൺമെന്റ് കൊടുക്കുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ്, ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. അതിന്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. സമ്മാനത്തുക 5 ലക്ഷം രൂപ. ഇത് ആദ്യം കൊടുത്തു തുടങ്ങിയത് 1993 1993 എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തത്. ഇത് ആദ്യം ലഭിച്ചത് ആർക്കാ? വേഗം പറഞ്ഞോ, ആർക്കാ അതിൽ കുഞ്ഞൻ പിള്ളയ്ക്കാണ് ആദ്യം ലഭിച്ചത്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ച വനിത ആരാണെന്ന് ചോദിച്ചാലോ? 1993 ശൂരനാട് കുഞ്ഞൻപിള്ളക്ക് കിട്ടുന്നതെങ്കിൽ 1995 തന്നെ ബാലാമണി അമ്മയ്ക്ക് ലഭിച്ചു. അപ്പൊ വനിതയാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ലഭിച്ച വനിത ബാലാമണി അമ്മയും ആദ്യം ലഭിച്ച പുരുഷനാണെങ്കിൽ അത് ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യം ലഭിച്ചത് ആരാണെന്ന് വെച്ചാലും അത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ഇനി അങ്ങനെയാണെങ്കിൽ 2020 ആർക്കാ കിട്ടിയതെന്നറിയോ? സക്കറിയക്കാണ് 2020 കിട്ടിയിട്ടുള്ളത്. 2021 ഒരു ഡൗട്ട്. ചോദിച്ചോ. പോൾ വർഗീസ് അല്ലേ, പോൾ സക്രിയ അല്ലല്ലോ? പോൾ സക്കറിയാണ്. 2020 പോൾ സക്കറിയക്കും 2021 പി വത്സലക്കും 2022 സേതുമാധവനും 2023 ഡോക്ടർ കെ എസ് വസന്തനുമാണ് കിട്ടിയത്. അപ്പൊ 2020 പോൾ സക്കറിയ, 2021 പി വത്സല, 2022 എ സേതുമാധവനും 2023 ഡോക്ടർ കെ എസ് വസന്തനുമാണ് നമ്മുടെ എന്ത് കിട്ടിയത്? എഴുത്തച്ഛൻ പുരസ്കാരം. ഇത്രയും ക്ലിയർ അല്ലേ? ഏത് കൃതികളുടെ പേര് പറയോ? ഏത് കൃതികളുടെ പേരാ പറയണ്ടേ? ഈ ലാസ്റ്റത്തെ പറയൂ. പുരസ്കാരം കിട്ടിയവരെ കൃതികളുടെ പേര്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കൃതികളുടേത്. ഞാൻ പറഞ്ഞത് ഏതാണ്? വയലാർ പുരസ്കാരം പറയുന്ന സമയത്ത് ഞാൻ കൃതികളുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വള്ളത്തോൾ പുരസ്കാരവും എഴുത്തച്ഛൻ പുരസ്കാരത്തിനും കൃതികളുണ്ടോ? സമഗ്ര സംഭാവനയ്ക്കുള്ളതാണ്. സമഗ്ര സംഭാവനയാണ് എന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ കൂടെ 2023 കിട്ടിയതൊന്ന് പറയൂ. പറയാം. 2023 കിട്ടിയത് ഡോക്ടർ കെ എസ് വസന്തനെയാണ്. ഡോക്ടർ കെ എസ് വസന്തൻ. അപ്പൊ നിങ്ങൾക്ക് എന്റെ കൂടെ എത്താൻ പറ്റുന്നില്ലേ? ആൻസർ ഈ മറ്റുള്ളവർ പറയുമ്പോ ബാക്കിയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ എല്ലാരും മ്യൂട്ട് മിസ് മാത്രം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എല്ലാരും കൂടെ ഞാൻ നിലവിളിക്കുമ്പോ ഒന്നും ക്ലിയർ ആവുന്നില്ല മിസ്സേ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ആൻസർ കിട്ടിയതിന് ശേഷം മ്യൂട്ട് ചെയ്യിച്ചു. നിങ്ങൾ ഞാൻ പറയട്ടെ,
അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങളോട് പെട്ടെന്ന് അതിന്റെ ആൻസർ ചോദിച്ചതിന് ശേഷം എല്ലാരും മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് അടിക്കുന്നുണ്ട് അതൊക്കെ. കാരണം നിങ്ങൾ ഉറങ്ങുവാണോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ വോയിസ് ഇടയ്ക്ക് എനിക്ക് കേൾക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആൻസർ പറയട്ടെ. ഓരോരുത്തരുടെ പേര് വിളിച്ചാൽ മതി, അപ്പം അറിയാലോ. കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, തലവേദന എടുക്കുന്നു. 2020 പോൾ സെക്രട്ടറിക്കല്ലേ എഴുത്തച്ഛ പുരസ്കാരവും മറ്റേ വള്ളത്തോൾ പുരസ്കാരം കിട്ടിയത് ഒരേ ആൾക്ക് തന്നെയല്ലേ? അതെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് നിങ്ങളുടെ പേര് കാണൂല, അപ്പൊ നിങ്ങളുടെ കമന്റ് കാണില്ല. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ആൻസർ പറഞ്ഞ് പെട്ടെന്ന് മ്യൂട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്ക് അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ആൻസർ ചോദിക്കുന്നത്. പിന്നെ ഇവർ ഉത്തരം പറഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് ആ ആൻസർ മൊത്തം പറഞ്ഞിട്ടാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ കൂടെ എത്താൻ പറ്റുന്നില്ലേ ഇപ്പോ? ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൽ പ്രയോഗതെറ്റി ഇല്ലാത്തത് കണ്ടെത്തുക. നമ്മുടെ ഏത് ഭാഗമാണ് ഇത് വരുന്നതെന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പരാതി വീണ്ടും പുനഃപരിശോധന നടത്തണമെന്ന് നിവേദനത്തിലൂടെ നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊല്ലാവസാനം നടത്തുന്ന വർഷാന്ത പരീക്ഷ മാർച്ചിലാണ്. കാലത്ത് തന്നെ മഴ തുടങ്ങിയതിനാൽ ഞാൻ കുടയെടുക്കാൻ കാരണമായി. അപേക്ഷ രേഖാമൂലം സമർപ്പിച്ചത് ഇന്നലെയാണ്. ഇവിടെ വാക്യത്തിലെ പ്രയോഗതെറ്റ് എന്ന് പറയുമ്പോ ഇത് ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇതിലെ ശരിയായിട്ടുള്ള പ്രയോഗതെറ്റ് ഇല്ലാത്ത പദം വേഗം പറയാം, മ്യൂട്ട് ചെയ്യാം. അല്ലെ? അതായത് വാക്യശുദ്ധി പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? വാക്യത്തിൽ വരുന്ന തെറ്റുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് എല്ലാ പരീക്ഷയ്ക്കും നമ്മളോട് ചോദിക്കുന്ന ഒന്നാണ്, താഴെ തന്നിരിക്കുന്ന വാക്യത്തിലെ തെറ്റായ വാക്യം ഏത്, ശരിയായ വാക്യം ഏത്. ആ സമയത്ത് നമ്മൾ അറിയണമെങ്കിൽ ഒരു വാക്യത്തിൽ പ്രധാനമായും 5 തെറ്റുകളാണ് കടന്നു വരുന്നത്. ആ തെറ്റുകൾ ഏതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഒന്നാമത്തെ ദോഷമാണ് പദക്രമഭംഗം. അതായത് പദങ്ങളുടെ സ്ഥാനം മാറുന്നത് മൂലമുണ്ടാകുന്ന ദോഷം. കർത്താവ്, കർമ്മം, ക്രിയ എന്നായിരിക്കണം ഒരു വാക്യം ഉണ്ടാവേണ്ടത്, അല്ലെ? ആ കർത്താവ് എന്ന് പറയുമ്പോൾ പ്രവൃത്തി ചെയ്യുന്ന ആള്, ക്രിയ ഏറ്റവും അവസാനമായിരിക്കണം ഉണ്ടാവേണ്ടത്. അതാണ് ആദ്യത്തെ ദോഷം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് പുനരുക്തി അല്ലെങ്കിൽ പൗനരുക്തിയം എന്ന് പറയുന്നത്. പുനർ, ആ പേര് തന്നെയുണ്ട്, വാക്കുകൾ വീണ്ടും ആവർത്തിച്ചു വരിക. ഇതാണ് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത്. വീണ്ടും വാക്കുകൾ ആവർത്തിച്ചു വരുന്ന, ഒരേ ആശയമുള്ള ഒരേ പദങ്ങള് പിന്നെയും ആവർത്തിച്ചു വരുന്നത് പൗനരുക്തിയം അഥവാ പുനരുക്തി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ദോഷമാണ് പദദോഷം. അതായത് നമ്മുടെ അക്ഷരത്തെറ്റുകള്, തെറ്റായ പദങ്ങളുടെ പ്രയോഗം, ഇതൊക്കെ വരുന്നത് ഉണ്ടെങ്കിൽ അത് പദദോഷം. നാലാമത്തെ ദോഷമാണ് സമുച്ചയ ദോഷം എന്ന് പറയുന്നത്. സമുച്ചയം എന്ന് പറഞ്ഞാൽ ഒരു വാക്യത്തെ കൂട്ടിച്ചേർക്കാൻ അതിനിടയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യയമാണ് എന്ന പ്രത്യയവും ഉണ്ട്. അതുപോലെ വേർതിരിക്കാൻ വേണ്ടി ഓ എന്ന പ്രത്യയം ഉപയോഗിക്കും. ഇപ്പൊ കയ്യും കാലും, രാമനോ രാജുവോ, തലയോ കയ്യോ, അല്ലെ? രാമുവും രാധയും, ഇങ്ങനെ കൂട്ടിച്ചേർക്കാനും വേർതിരിക്കാനും ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളാണ് ഓ എന്ന് പറയുന്നത്. ഇവ കൃത്യമായി ചേരേണ്ട അടുത്ത് ചേർന്നിട്ടില്ലെങ്കിലും ആ വാക്യദോഷം ഉണ്ടാകും. പിന്നെ ഗതിയുടെ പ്രയോഗം കൊണ്ടുണ്ടാകുന്ന ദോഷം, ഗതി ശബ്ദങ്ങൾ കൂടി ഒരു തന്നെ കൊണ്ട്, ഇത്രയും ശബ്ദങ്ങള് അങ്ങനെ ആവർത്തിച്ച് വരുമ്പോ, അടുത്തടുത്ത് വരുമ്പോ ഇവിടെയും തെറ്റുകൾ സംഭവിക്കും എന്ന് ഓർത്തു വെക്കാം. അതേപോലെ തന്നെ സംഖ്യാശബ്ദങ്ങൾ കൊണ്ടും വാക്യത്തിൽ ദോഷം ഉണ്ടാവും. അതായത് എനിക്ക് 5 പുസ്തകങ്ങൾ വേണം എന്ന് പറയുന്ന ഒരു വാക്യം തെറ്റാണ്. എന്തുകൊണ്ടാ? 5 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞുകൂടാ. സംഖ്യാശബ്ദത്തിന് ശേഷം എപ്പോഴും ഏകവചനത്തിലെ കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. അപ്പം 5 പുസ്തകം വേണം, 10 പുസ്തകം വേണം, 10 പേന വേണം, ഇങ്ങനെ പറയാവൂ. പേനകൾ, പുസ്തകങ്ങൾ, ഇങ്ങനെ സംഖ്യാശബ്ദത്തിന് ശേഷം ബഹുവചന രീതിയിൽ പറഞ്ഞാലും വാക്യം തെറ്റായിരിക്കും. ഇതാണ് വാക്യദോഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. പരാതി വീണ്ടും പുനഃപരിശോധന രണ്ടും ഒരേയാണ്. വീണ്ടും രണ്ടും ഒരേ അർത്ഥാണ്, അല്ലെ? അതുകൊണ്ട് ആ വാക്യം തെറ്റാണ്.
രണ്ടാമത്തെ നോക്കിയേ, കൊല്ലവസാനം നടത്തുന്ന വർഷാന്ത പരീക്ഷ. കൊല്ലാവസാനവും വർഷാന്തവും എന്ന് പറയുന്നത് വർഷത്തിന്റെ അന്ത്യവും കൊല്ലാവസാനവും രണ്ടും സെയിം ആണ്. അതുകൊണ്ട് അതും തെറ്റാണ്. അടുത്തത് നമുക്ക് ഒന്നും നോക്കണ്ട, വായിക്കുമ്പോ തന്നെ മനസ്സിലായി. കാലത്ത് തന്നെ മഴ തുടങ്ങിയതിനാൽ ഞാൻ കുടിയെടുക്കാൻ കാരണമായി. വായിക്കുമ്പോ തന്നെ അവിടെ തെറ്റാന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപേക്ഷ രേഖാമൂലം സമർപ്പിച്ചത് ഇന്നലെയാണ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ളത്. കിട്ടിയല്ലോ അത്? യെസ് മിസ്. ഇനി നമ്മുടെ ഒരു മാർക്ക് നമ്മുടെ ശൈലിയുടെ ഭാഗത്തു നിന്ന് കൂടിയുണ്ട്. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് പരുന്ത്. എന്തിനും മീതെയാണ് പണം. പരുന്തിന് പറക്കാൻ കഴിയില്ല, പണമാണ് പരുന്തിനെ പറപ്പിക്കുന്നത്. ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ്. വേഗം പറഞ്ഞു ഉത്തരം. അതെ, മ്യൂട്ട് ചെയ്തോളൂ. ഇനി അപ്പൊ പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം എന്തിനു മീതെയാണ് പണം. ഈ ശൈലികൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അവിടെ നിങ്ങളുടെ യുക്തി കുറച്ചൊന്ന് പ്രവർത്തിച്ചാൽ മതി. ചക്രം ചവിട്ടിപ്പിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? വേഗം പറഞ്ഞേ. ചക്രം ചവിട്ടിപ്പിക്കുക, കഷ്ടപ്പെടുത്തുക. ചക്രം ചവിട്ടിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ ഉള്ളത്. ചെണ്ട കൊട്ടിക്കുക, ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാലോ പരിഹസിക്കുക. അതുപോലെ തന്നെ പരിഹസിക്കുക. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കുക, പ്രശ്നം കൂടുതൽ വഷളാക്കാതെ ശോഭിപ്പിക്കുക, അപ്പോ ക്ലേശം വർദ്ധിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശൈലികളൊക്കെ ഒറ്റ വായനയിൽ തന്നെ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതിയാവും. അപ്പൊ നമ്മുടെ ഒരു മാർക്കുമായി. ഇനി നമ്മുടെ സന്ധിയുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. സന്ധിയുടെ ഭാഗത്തുനിന്ന്. അപ്പൊ സന്ധിയുടെ ഭാഗത്ത് ഇവിടെ ചോദ്യം നോക്കിയേ, താമര പ്ലസ് ഇല, താമരയില, സന്ധി ഏത്? ആഗമസന്ധിയാണ് താമരയില. നമുക്ക് പിരിച്ചെഴുതി, ഓക്കെ മ്യൂട്ട് ചെയ്യുക, ഞാൻ പറയാം. താമരയിലയും നമുക്ക് പിരിച്ചെഴുതി സന്ധി നിർണ്ണയിക്കാൻ പറ്റും അല്ലെ. താമര പ്ലസ് ഇല, ഇതിന് ചേർത്തെഴുത്തിൽ നിങ്ങൾ നോക്കാം. ആദ്യം നിങ്ങൾ നോക്കാം താമര. ചേർത്തെഴുത്തിലും പിരിച്ചെഴുത്തിലും എന്തുണ്ട്? താമര എന്ന് പറയുന്നത് ഉണ്ട്. അപ്പൊ അവിടെ കൂടുതൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇല, ഇവിടെ ല എന്ന് പറയുന്നത് രണ്ടിലും ഉണ്ട്. അപ്പോ ഇവിടെ പിരിച്ചെഴുത്തിൽ ഈയും ചേർത്തെഴുതുമ്പോൾ യായും വള്ളിയുമാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാം. ഈ ഈയെ എടുത്തിട്ട് നിങ്ങളൊന്ന് പിരിക്കാം. അപ്പൊ യു പ്ലസ് ഇ ആണ് ഈ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ എന്ന് പറയുന്നത് പിരിച്ചെഴുത്തിലും ഉണ്ട്, ചേർത്തെഴുത്തിലും വരുന്നുണ്ട്. എന്നാൽ അവിടെ അധികമായി വന്നത് യു ആണ്. യായും ചന്ദ്രക്കലയുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് ആഗമസന്ധിയാണ്. സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേർച്ച എന്നാണ് അർത്ഥം. അതായത് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണമാറ്റമാണ് സന്ധി. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് വർണ്ണം. പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ് വർണ്ണം. രണ്ട് വർണ്ണങ്ങൾ ചേർന്നിട്ടാണ് ഒരു അക്ഷരം ഉണ്ടാകുന്നത്. വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്വരാക്ഷരങ്ങൾ, ചന്ദ്രക്കലയിട്ട വ്യഞ്ജനം, ചില്ലക്ഷരം, അനുസാരം, വിസർഗം വന്നാൽ ഇതൊക്കെയാണ് നമ്മുടെ വർണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്വരവും ഒരു ചന്ദ്രക്കലയിട്ട വ്യഞ്ജനവും കൂടി ചേരുമ്പോഴാണ് അവിടെ ഒരു അക്ഷരം ഉണ്ടാവുന്നത്. മ പ്ലസ് അ മ, ക പ്ലസ് അ ക, ച പ്ലസ് അ ച അല്ലെ. അങ്ങനെ അപ്പോ ഇങ്ങനെ വരുന്ന വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് സന്ധിയെ നാലായി തിരിച്ചു. ആഗമസന്ധി, ദിത്വസന്ധി, ലോപസന്ധി, ആദേശസന്ധി എന്ന് പറഞ്ഞ് 4 ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആഗമസന്ധി ആ പേര് പോലെ തന്നെ ആഗമിച്ചു വരുന്നതാണ്. ദിത്വസന്ധി ഇരട്ടിക്കുന്നതാണ്. ലോപസന്ധി ഒന്ന് ലോപിച്ചു പോകുന്നത്. ആദേശസന്ധി ഒന്ന് പോയിട്ട് അവിടെ ഒരു പുതിയ ഒരു വർണ്ണം വന്നു ചേരുന്നത്. അപ്പൊ നമ്മള് ആഗമസന്ധി പരീക്ഷയ്ക്ക് നമുക്ക് ചിലപ്പോ ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തില് കുറച്ച് സൂത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുകൂടി ഞാനത് പറയാണ്. സ്പീഡിൽ എന്റെ കൂടെ എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതി പോണം. ഒന്നാമത്തത്
ആഗമസന്ധി ആണെങ്കിൽ രണ്ട് വർണ്ണം തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം കൂടി കടന്നു വരുന്നതാണ് ആഗമസന്ധി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. പ്ലസിന് ശേഷം സ്വരം വരികയോ ചേർത്തെഴുത്തിൽ യാ വാ എന്നിവ ആഗമിക്കുകയും ചെയ്താൽ യാ വാ കൂടിച്ചേരുകയും ചെയ്താൽ അത് ആഗമസന്ധി ആയിരിക്കും. ഉദാഹരണം നോക്കാം. താമരയില തന്നെ നോക്കിയേ. താമര പ്ലസ് ഇല, പ്ലസിന് ശേഷം സ്വരം വന്നു, ചേർത്തെഴുത്തിൽ യായോ മായോ വന്നാൽ അത് ആഗമസന്ധി. ഉദാഹരണം നോക്കാം. തിരുവാതിര, തിരു പ്ലസ് ആതിര, പ്ലസിന് ശേഷം സ്വരമുണ്ട്, ചേർത്തെഴുതിയപ്പോൾ വാ വന്നു, അപ്പൊ അത് ആഗമസന്ധിയാണെന്ന് പറയാം. കളി പ്ലസ് ആട്ടം നോക്കാം. പ്ലസിന് ശേഷം സ്വരം വന്നിട്ടുണ്ട്, ചേർത്തെഴുതിയപ്പോ യാ വന്നു, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ പ്ലസിന് ശേഷം സ്വരം വരികയോ ചേർത്തെഴുത്തിൽ യാ വാ എന്നിവ വന്നാൽ അത് ആഗമസന്ധിയാണ്. പഠിച്ചല്ലോ. രണ്ടാമത്തെ ആഗമസന്ധിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരു എളുപ്പം. നിങ്ങൾ ഒരിക്കലും ഈ ഇങ്ക, ഇന്ത, ഇമ്പ, ഇഞ്ച, ഇണ്ട ഇതൊന്നും കണ്ടാല് ദ്വിത്വമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇനി ഞാൻ പറയുന്നത് എന്താ? രണ്ടാമത്തേത് കരി, മല, മാ, മുള, പുളി, പൂ എന്നിവയ്ക്ക് അടുത്തായി ഇങ്ക, ഇഞ്ച, ഇണ്ട, ഇന്ത, ഇമ്പ എന്നീ കൂട്ടക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അതും ആഗമസന്ധി ആയിരിക്കും. കരി, മല, മാ, മുള, പുളി, പൂ എന്നിവയ്ക്ക് അടുത്തായി ഇങ്ക, ഇഞ്ച, ഇണ്ട, ഇന്ത, ഇമ്പ ഇതിലേതെങ്കിലും കരിങ്കല്ല്, കരിഞ്ചന്ത, മുളങ്കാട്, മുളന്തൊപ്പ്, പുളിങ്കുരു ഇവയൊക്കെ വന്നാലും ആഗമസന്ധി ആയിരിക്കും. ഇനി അടുത്തത് ഈ പറയുന്ന സൂത്രം വെച്ചിട്ട് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഒരക്ഷരത്തിലോ രണ്ടക്ഷരത്തിലോ വരുന്ന വാക്കിന്റെ തൊട്ടടുത്തായി യ്, വ് എന്നിവ ചേർക്കുമ്പോൾ പൂർണ്ണമായി അർത്ഥം കിട്ടുന്നുണ്ടെങ്കിൽ അതും ആഗമസന്ധി ആയിരിക്കും. ഒന്നോ രണ്ടോ അക്ഷരമുള്ള പദങ്ങളോടൊപ്പം യു, വ് എന്നിവ ചേർന്ന ഇപ്പൊ തീ, തീ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ കൂടെ യു ചേരുമ്പോ തീ, നമുക്കറിയാം. വാ എന്ന് പറയുന്ന ഒരു അക്ഷരമുള്ള പദത്തിന്റെ കൂടെ യു ചേരുമ്പോ വായി, നമുക്കൊരർത്ഥം കിട്ടുന്നുണ്ട്. പായി, നീയ്, രാവ്, പിതാവ്, രാജാവ്, മാതാവ് ഇങ്ങനെ ഒന്നോ രണ്ടോ അക്ഷരത്തിന്റെ കൂടെ യു, വ് ചേർന്ന് ഒരർത്ഥം കിട്ടുന്നുണ്ടെങ്കിൽ അതും ആഗമസന്ധി ആയിരിക്കും. ഈ 3 കാര്യം നോക്കിയാൽ നമ്മൾ ആഗമസന്ധി പഠിക്കും. ദ്വിത്വസന്ധി നമുക്ക് അറിയുന്നതേ ഉള്ളൂ അല്ലെ. ദ്വിത്വം കണ്ടാൽ തന്നെ ചിലത് മനസ്സിലാവും. അതേപോലെ തന്നെ പ്ലസിന് മുമ്പായിട്ട് ചന്ദ്രക്കലയിട്ട് വരുന്ന വ്യഞ്ജനമോ ചില്ലക്ഷരമോ വരികയും ചേർത്തെഴുത്തിൽ അവ വരാതിരിക്കുകയും ചെയ്താൽ, ചേർത്തെഴുത്തിൽ അവ ഇരട്ടിക്കുകയും ചെയ്താൽ അത് ദ്വിത്വസന്ധി ആയിരിക്കും. പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനം വരാം, ചില്ലക്ഷരം വരാം. എന്നാൽ അവ ചേർത്ത് എഴുതുമ്പോ അവ ഇരട്ടിക്കുന്നുണ്ടെങ്കിൽ അത് ദ്വിത്വമായിരിക്കും. ഇപ്പൊ n+1000 എന്ന് പറയുന്നത് നോക്കാം. അവിടെ എന്ത് n+1000 എണ്ണായിരം ആയിട്ട് മാറുന്നുണ്ട്. ഇന്ന് പ്ലസിന് മുമ്പുള്ള ചില്ലക്ഷരം ഇരട്ടിച്ചു, നമ്മുടെ നിയമമുണ്ട്. അതുപോലെ തന്നെ നോക്കിയേ 6+ ഇല്ല് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമാണ് പ്ലസിന് മുമ്പ്, ചേർത്ത് എഴുതിയപ്പോ അതെന്തായി? ആറ്റിൽ എന്നായി പോയി. അപ്പൊ അവിടെയും ഇരട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പോ പ്ലസിന് മുമ്പായി ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അവ ഇരട്ടിക്കുകയും ചെയ്താൽ അത് ദ്വിത്വമായിരിക്കും എന്ന് ഓർക്കാം. പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തലക്കെട്ട്, പടച്ചട്ട, ഇലച്ചാർത്ത്, ഇതൊക്കെ വെടിപ്പുര, ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും കണ്ടാൽ മനസ്സിലാവും. ഇനി അടുത്തത് ലോപസന്ധി. ലോപസന്ധി 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതായി പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത് ലോപസന്ധി. ഒരു പണിയുമില്ല. നമ്മുടെയൊക്കെ തന്നത് ഇപ്പൊ നമുക്ക് തന്നത് തത്തമ്മ എന്ന് പറയുന്ന ഒരു വാക്കാന്ന് വിചാരിക്കാം. അപ്പൊ തത്ത പ്ലസ് അമ്മയാണ് തത്തമ്മ അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കണ്ടേ എന്താ? ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും കൂടി എണ്ണി നോക്കിയാൽ മതി. തത്തമ്മ എന്ന് പറയുന്നതിൽ 3 ത, ഇത്ത, ഉമ്മ അല്ലെ, 3 അക്ഷരമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനെ പിരിച്ചെഴുതിയപ്പോ എന്തായി? ത, ഇത്ത, ആ, ഉമ്മ. അപ്പൊ 4 അക്ഷരായി അല്ലെ. പിരിച്ചെഴുതുമ്പോ 4 എണ്ണം, ചേർത്തെഴുത്തിൽ 3 എണ്ണേ ഉള്ളൂ എങ്കിൽ അത് ആഗമസന്ധിയാണ്. അതേപോലെ തന്നെ പച്ചരി, പച്ച പ്ലസ് അരിയാണ് പച്ചരി. പച്ചരിയില് 4 എണ്ണം ഉണ്ട്, ചേർത്തെഴുതിയപ്പോ 3 എണ്ണമായിട്ട് മാറ്റപ്പെട്ടു. അപ്പൊ ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും കൂടെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോപസന്ധിയും കിട്ടും. പിന്നെ വരുന്ന ആദേശസന്ധിയാണ്. ഈ 3 എണ്ണവും പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ആദേശസന്ധി സൂപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇത് 3 അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ലാത്ത പുതിയൊരു വർണ്ണമായിരിക്കും അവിടെ കയറി വരുന്നത്. ഇപ്പൊ വെള് പ്ലസ് മായാണ് വെണ്മ എന്നൊക്കെ ആയിട്ട് മാറുന്നത്. നല് പ്ലസ് മ, നന്മ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഈ 3 അല്ലാത്ത
പുതിയ ഒരക്ഷരം അവിടേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ആദേശസന്ധിയാണ്. അപ്പൊ ആദേശാണോന്ന് മനസ്സിലാക്കാനും കൂടി ഒരു സൂത്രമുണ്ട്. എന്താ? വിഗ്രഹിക്കുമ്പോൾ പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസ്വാരമോ വരികയും അവ ചേർത്തെഴുതുമ്പോൾ വരാതിരിക്കുകയും ചെയ്താൽ അത് ആദേശസന്ധിയായിരിക്കും. എന്താണ്? പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസ്വാരമോ വന്നു, എന്നാൽ അവ ഇരട്ടിക്കുന്നുണ്ടെങ്കിൽ, പ്ലസിന് ശേഷം അവ ചേർത്തെഴുതുമ്പോ ഇരട്ടിക്കുന്നുണ്ടെങ്കിൽ ദ്വിത്വമാണ്. ആദേശത്തിൽ എന്താ പറയുന്നത്? അവ ചേർത്തെഴുതുമ്പോൾ ഇവയൊന്നും കാണുന്നേ ഇല്ല, അതിന് പകരം പുതിയ ഒന്നാ വരുന്നെങ്കിൽ അതാണ് ആദേശം. നമ്മൾ പറഞ്ഞു വെളു പ്ലസ് മാ എന്ന് പറയുന്നത് എടുക്കാം. ഇപ്പൊ പ്ലസിന് മുമ്പ് എന്തുണ്ട്? വെളു ള് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമുണ്ട്, ചേർത്തെഴുതുമ്പോ അത് വെണ്മ ആയിട്ട് മാറി. വെളു ള് എന്ന് പറയുന്നത് അവിടെ കാണാനേ ഇല്ല. നന്മ നല് പ്ലസ് മായാണ്, ചന്ദ്രക്കലയിട്ട പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനം ഉണ്ട്, എന്നാൽ ചേർത്തെഴുത്തില് ല് എന്ന് പറയുന്നത് കാണാനേ ഇല്ല, അതിന് പകരം പുതിയൊന്ന് വന്നു. അപ്പൊ ഇങ്ങനെ പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസ്വാരമോ വരികയോ ചേർത്തെഴുത്തിൽ അവ വരാതിരിക്കുകയും ചെയ്താൽ അത് ആദേശസന്ധിയായിരിക്കും. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ സന്ധിയുമായി. ഈ സന്ധി കിട്ടിയോ ഇപ്പൊ ഞാൻ പറഞ്ഞത്? ആ മാം. കിട്ടി. അപ്പൊ ഇത് സൗണ്ട് കേൾക്കുന്നില്ല മാം, സൗണ്ട് ക്ലിയർ അല്ല. ഇപ്പൊ ക്ലിയർ ആണോ? ഇല്ല. സൗണ്ട് ക്ലിയർ ഇല്ല മേ. കുറഞ്ഞു പോയ പോലെ. കുറഞ്ഞു പോയി സൗണ്ട്. സൗണ്ട് കുറഞ്ഞു പോയി. എപ്പോ വരുന്ന മാതിരി. ദൂരെ നിന്ന് സംസാരിക്കുമ്പോ ആരെങ്കിലും ഒരാള് പറയും, മാഡത്തിന് കേൾക്കണമെങ്കിൽ തന്നെ നമ്മൾ എല്ലാരും കൂടെ പറഞ്ഞാൽ എങ്ങനെ കേൾക്കാം? ആരെങ്കിലും ഒരാള് പറ. സമയമില്ല. ഇതിങ്ങനെ ഇപ്പോഴും കഴിഞ്ഞാല് നമുക്ക് സമയം കിട്ടാതെ കഴിയണം. ഹലോ, അപ്പൊ ഞാൻ സന്ധി പറഞ്ഞത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? സന്ധിയുടെ ഭാഗം ഓക്കെ അല്ലേ? ഓക്കെ മിസ്. ഓക്കെ. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് തോന്നുന്നത്. ഒന്നാമത്തത് സമാനമായ വരികൾ കണ്ടെത്തുക അല്ലെങ്കിൽ താളം കണ്ടെത്തുക എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അപ്പൊ ഈ ഒരു താളം കണ്ടെത്തുക എന്നുള്ള ഭാഗം വരുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന്, താഴെ തന്നിരിക്കുന്നവയിൽ ചേരാത്ത വാക്യം ഏത്, കൂട്ടത്തിൽ പെടാത്ത വാക്യം ഏത് എന്നാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഈണങ്ങ് കൊണ്ടുവരിക. എന്തെങ്കിലും ആയിട്ട്. നമുക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല, പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മളൊരു ഈണം കണ്ടെത്തിയേ പറ്റൂ. അതുമായിട്ട് എവിടെയെങ്കിലും ഒരു സ്റ്റക്ക് നമുക്ക് കിട്ടും. ഇനി അതല്ല ചോദ്യം, താഴെ തന്നിരിക്കുന്നവയ്ക്ക് സമാനമായ വരി ഏത്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയില് സമാനമല്ലാത്തത് ഏത്. നമുക്കൊരു ചോദ്യം തന്നിട്ടാണ് വരികൾ ഉള്ളതെങ്കിൽ നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി. എണ്ണി നോക്കാന്ന് പറഞ്ഞ എന്താ? ചില്ലക്ഷരത്തെ ഒരക്ഷരമായി കാണരുത്. കൽ, കൻ, മൻ എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒറ്റ അക്ഷരമായിട്ട് കാണാം. അപ്പൊ അക്ഷരങ്ങളെ മാത്രം എണ്ണി നോക്കാം, അതും ആദ്യത്തെ വരി മാത്രം കേട്ടോ. അപ്പൊ ആദ്യത്തെ വരിയിൽ 12, 13, 14 എന്നൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ ഒരേപോലെ ആദ്യത്തെ വരിയിൽ ഒരുപോലെ ആണെങ്കിൽ അത് ഉത്തരമായിരിക്കും. എന്നാൽ അതല്ലാത്തത് നമ്മുടെ ഉത്തരം ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ നോക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ തന്നിരിക്കുന്നവയോട് സമാനമായ വരി ഏത് എന്നുള്ള ചോദ്യമാണെങ്കിൽ നമുക്ക് ചോദ്യത്തിൽ തന്നെ വരി ഉണ്ടെങ്കിൽ ചില്ലക്ഷരങ്ങളെ ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ അക്ഷരത്തെ മാത്രം ഒന്ന് എണ്ണി നോക്കിയാൽ മതി. അങ്ങനെ എണ്ണി നോക്കുമ്പോ 12 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ താഴത്തെ എല്ലാത്തിന്റെ ആദ്യത്തെ വരി മാത്രം എണ്ണി നോക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, അനുസാരവും വിസർഗത്തെയും ചില്ലക്ഷരത്തെയും ഒക്കെ ഒരക്ഷരമായിട്ട് കാണരുത് എന്നുള്ളതാണ്. അതിനെ കൂട്ടി വെച്ച് കം എന്ന് പറയുന്നത് ഒരക്ഷരമാണ്. കം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കൾ എന്നുണ്ടെങ്കിൽ അതൊരക്ഷരമാണ് എന്നുള്ള രീതിയിൽ നോക്കി എണ്ണി നോക്കിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? താളം കണ്ടെത്താനുള്ള ഉത്തരം കിട്ടും.
പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് പദശുദ്ധി, വിപരീത പദമൊക്കെയാണ്. അത് നിങ്ങൾ വായിച്ചു തന്നെ പോണം. ഇതിന്റെ കൂടെ വേറൊന്ന് പറയാനുള്ളത് മേയനാമം. മേയനാമം എന്ന് പറഞ്ഞാൽ എന്താന്ന് പഠിച്ചു വെക്കാം. ജാതി, മതം, വർഗം, ലിംഗം ഒന്നുമില്ലാത്തതാണ് മേയനാമം എന്ന് പറയുന്നത്. അതായത് നമുക്ക് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ജാതി, മത, വർഗ, ലിംഗമില്ലാത്തതാണ് മേയനാമം എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെ മുഴുവനും നമുക്ക് മേയനാമത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. മണ്ണ്, വെയില്, തീയ്, ജലം, വായു എപ്പോഴും ആവർത്തിച്ചു വരുന്നത് കൊണ്ടാണ് ഞാൻ മേയനാമത്തെ എടുത്തു പറഞ്ഞത്. അപ്പൊ അളക്കാൻ കഴിയാത്തതും ജാതി, വർഗ, ലിംഗ ഭേദമില്ലാത്തതുമായ വസ്തുക്കളെ സൂചിപ്പിക്കുന്ന നാമം മേയനാമം എന്ന് ഓർത്തു വെക്കാം. ഇതിന്റെ കൂടെ തന്നെ ഓർക്കേണ്ട വേറൊന്നാണ് മുൻ പിൻ വിനയച്ചത്തെ കുറിച്ച്. ബാക്കിയൊന്നും തന്നടു പാക്ഷിക വിനയച്ചം പഠിച്ചിട്ടില്ലെങ്കിലും അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ മുൻ പിൻ വിനയച്ചത്തെ കുറിച്ച് ഓർത്തു വെക്കാം. വിനയച്ചം എന്ന് പറഞ്ഞാൽ വിന യച്ചം എന്ന് പറഞ്ഞാൽ ക്രിയ എന്നാണ് അർത്ഥം. പൂർണ്ണക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയെ വിനയച്ചം എന്ന് പറയുന്നു. അതില് വിനയച്ചം 5 തിരിച്ചിട്ടുണ്ട്. അതിലെ മുന്നും പിന്നും നിങ്ങൾ പഠിച്ചു വെക്കാം. മുൻ വിനയച്ചം എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നതും പിൻ വിനയച്ചം എന്ന് പറഞ്ഞാൽ ആൻ എന്ന പ്രത്യയം ഉണ്ടാവും. അപ്പൊ താഴെ തന്നിരിക്കുന്ന പദത്തിൽ ഏത് വിനയച്ചാണ് എന്ന് ചോദിച്ചാല് നിങ്ങൾ നോക്കേണ്ടത് താഴെ തന്നിരിക്കുന്ന വിനയച്ചത്തിൽ ആൻ എന്ന പ്രത്യയം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ മുൻ വിനയച്ചം എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. നോക്കി നിന്നു, വന്നു കണ്ടു, കയറി ചെന്നു, അല്ലെ, എല്ലാം പോയി കഴിഞ്ഞു. പിൻവിനയച്ചം എന്ന് പറഞ്ഞാൽ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. ആൻ പ്രത്യയം അതിനകത്തുണ്ട്. കാണുവാൻ വന്നു, കാൺമാൻ വന്നു, കാണാൻ വന്നു, പറയാൻ വന്നു, നോക്കാൻ പറഞ്ഞു. ആൻ എന്ന് താഴെ തന്നിരിക്കുന്ന വാക്യം പിൻവിനയച്ചത്തിന് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ അതിനിടയിൽ ആൻ എന്ന പ്രത്യയം ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. അതാണ് പിൻവിനയച്ചം. അപ്പൊ മേയനാമവും പിൻവിനയച്ചവും കൃത്യമായിട്ട് ഓർക്കുക എന്നുള്ളത് കൊണ്ടാണ് അത് രണ്ടും എടുത്ത് പറഞ്ഞത്. അപ്പൊ ഇത്രയും കഴിഞ്ഞാല് നമ്മുടെ മലയാളത്തിന്റെ ഒന്ന് പറയാമോ? കഥാപാത്രങ്ങളുണ്ട്. കഥാപാത്രങ്ങൾ ഉള്ളത് വലിയ നമ്മുടെ സാഹിത്യം എന്ന് പറഞ്ഞ ചെറിയൊരു ഭാഗമാണ് അതുള്ളത്. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ജസ്റ്റ് വലിയ ഇമ്പോർട്ടന്റ്. കഴിഞ്ഞ വർഷമാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി സാഹിത്യത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഇപ്പൊ എന്താ 2-ാം മൂഴം, MTന്റേത്, മഞ്ഞ്, 4 കെട്ട്, അങ്ങനത്തെ കുറച്ച് കൃതികളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. വലിയ രീതിക്ക് അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കഥാപാത്രത്തെ കുറിച്ച് എടുത്തു പറയാത്തത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള, നിങ്ങൾ ആരോ ചോദിച്ചു ഇപ്പം പൂജക ബഹുവചനത്തിന് ഉദാഹരണം എന്നുള്ളത് ഒരു ടോപ്പിക് ആയിട്ട് വരും. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം ഒക്കെ ഇപ്പൊ പറയുന്നത് കേട്ടു. അപ്പൊ സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാല് നമ്മുടെ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞേ വേഗം. നാമം സ്ത്രീലിംഗത്തെയോ സ്ത്രീലിംഗത്തെയോ പുല്ലിംഗത്തെയോ എടുത്തു പറയുന്നതിനെ സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. ആൺകുട്ടികൾ എന്നൊക്കെ പെൺകുട്ടികൾ എന്നിങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞു. എന്നാൽ അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാലോ സ്ത്രീലിംഗം പുല്ലിംഗം ചേർന്ന് വരുന്നത്. പുല്ലിംഗം വേർതിരിക്കാതെ തമ്മിൽ അലിംഗം ഒന്നുമില്ല, എല്ലാത്തിനും കൂടി ഒന്നിച്ച് പറ. കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്ത്രീയും ഉണ്ട് പുരുഷനും ഉണ്ട്, അല്ലെ. മനുഷ്യർ അതിനകത്ത് രണ്ടും ഉണ്ട്, ഇങ്ങനെ പറയുന്നത്. പിന്നെ നമ്മുടെ പൂജക ബഹുവചനം. പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താ? ബഹുമാനപൂർവ്വം സൂചിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പണിക്കർ എന്ന് പറയുന്ന വാക്കൊക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് വരും. അപ്പം ഇത്രയാണ് സലിംഗ അലിംഗ ബഹുവചനങ്ങള് ഉള്ളത്. അപ്പം ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മലയാളം ഒരുവിധം നമ്മൾ ഈ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ആവുന്ന അല്ലെ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. ഇല്ലേ? പറഞ്ഞു പോയിട്ടില്ലേ? നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ടീച്ചറെ, നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങേണ്ടതുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാം.
അവസാനിപ്പിക്കാം. നിങ്ങൾ താളം കണ്ടെത്തുക എന്ന് പറയുന്നത് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ കയ്യിൽ നിന്ന് റെക്കോർഡ് ക്ലാസ് കിട്ടുവാണെങ്കിൽ വായിക്കാം. അപ്പോ നമ്മുടെ സമയം 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഈ പരിമിതമായ സമയം കൊണ്ട് നിങ്ങളുടെ 30 മാർക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി 28 മാർക്കെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് സ്പീഡ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിന് സമയമുള്ള ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എല്ലാരും നന്നായിട്ട് പരീക്ഷ എഴുതി ഇപ്രാവശ്യത്തെ കേട്ടിട്ട് ക്വാളിഫൈഡ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. അതോടൊപ്പം തന്നെ ആശംസകളും നേരുന്നു. നന്ദി. എല്ലാരും പെട്ടെന്ന് ലീവ് ചെയ്യുക. എല്ലാരും പെട്ടെന്ന് ലീവ് ചെയ്ത് വെള്ളം കുടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിന്റെ ലിങ്ക് ഇപ്പൊ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. പെട്ടെന്ന് ലീവ് ചെയ്തോളാം. ഫുൾ ഡേ ക്ലാസ് ആണോ? നിങ്ങൾ ലീവ് ആയാലേ എനിക്ക് അടുത്ത ലിങ്ക് ഇടാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ലീവ് ആവുക. ആഹിൽ, ക്രിസ്റ്റി, ദീപ, ജിൻസി, വിന്നി, വിജിഷ, എലിസ, സുജിത് ലാല്, ആതിര, ലിഡ, രാഹി, കാർത്തിക, ലിജയ്, നീനു, രഹന. പെട്ടെന്ന് ലീവ് ആവുക. വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലേ?